നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സരയുനോട് കല്യാണി പറഞ്ഞു, അതെ, നിന്റെ അക്കൗണ്ടിൽ സാലറി വന്നിട്ടുണ്ട്. ഞാൻ നോക്കില്ല കല്യാണി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, "ഉം, ഇത്തവണ നീ വരച്ച പ്ലാൻ ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയുണ്ട്. കാരണം ചെലവ് കുറഞ്ഞ രീതിയിലല്ലേ നീ പ്ലാൻ വരച്ചിരിക്കുന്നേ. കസ്റ്റമറും തൃപ്തിയായെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി എന്തായാലും കുറെ പ്രോഫിറ്റ് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലാഭവിഹിതം എന്താണെങ്കിലും നിന്റെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സാരി പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല കിരണേ. അല്ലേ തന്നെ നല്ലൊരു സാലറി നീ തരുന്നുണ്ടല്ലോ, പിന്നെ ലാഭവിഹിതം എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് തരുന്നുണ്ടല്ലോ, അതൊന്നും നീ കാര്യമാക്കണ്ട. പിന്നെ എല്ലാ മാസവും കൺമണി മോളുടെ പേരിൽ ഒരുമാതിരി ഒരു നല്ല തുക തന്നെ ഞാൻ അക്കൗണ്ടിൽ ഇടുന്നുണ്ട്. അത് അവൾക്കുള്ളതാ. അവൾ വളർന്നു വരുമ്പോൾ അവളുടെ പഠിപ്പിനും അവളുടെ ബാക്കിയുള്ള കാര്യത്തിനും വേണ്ടിയിട്ടുള്ള. അത് കേട്ടപ്പോൾ സാരി പറഞ്ഞു, ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല കിരണേ. നന്ദിയോ? എന്തിനാ നീ നന്ദി പറയണേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ നീ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ മതി, നിന്റെ സ്വഭാവം മാറാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. സരി പറഞ്ഞു, ഇനി എന്റെ സ്വഭാവം മാറാനോ? അതൊരിക്കലും ഇല്ല. ഞാൻ എന്തിനാ സ്വഭാവം മാറ്റുന്നേ? ഇത്ര നന്നായിട്ട് നിങ്ങൾ എന്നെ നോക്കുന്നില്ലേ, അപ്പൊ ഞാൻ സ്വഭാവം മാറ്റേണ്ട കാര്യമില്ലല്ലോ. കിരൺ പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് അങ്കിള് ആന്റിയൊക്കെയാണ് നിന്നെ ആ വിധവാക്കി മാറ്റി വെച്ചിരുന്നേ. പക്ഷെ ഇപ്പോഴാണ് നീ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയായി മാറിയത്. ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. സരയു പറഞ്ഞു, അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. എനിക്കിനി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ദുഷ്ടം വന്നിട്ടുണ്ടല്ലോ, പക്ഷേ എങ്കില് ഒരിക്കലും ഞാൻ ഇനി എൻ്റെ അച്ഛനെ അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞ ആളാ അയാളെന്നൊക്കെ ഇങ്ങനെ സരയു പറയാണ്. കല്യാണി പറഞ്ഞു, ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ഞങ്ങളെ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നിടത്തേക്ക് പോവാണ്. അപ്പൊ അതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഞാനാ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ആ വർക്ക് തീർന്നുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മൊത്തം നിനക്കായിരിക്കും. നീ അല്ലേ പ്ലാന് അത്ര നല്ല രീതിയിൽ വരച്ചെന്ന് പറഞ്ഞു. പിന്നീട് കിരൺ കല്യാണ്ട് പറഞ്ഞ് നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാറിലേക്ക് കയറുന്നേ സരയു കണ്ടു. സരയുവിന് ആകെപ്പാടെ വെപ്രാളമായി. എന്തായിരിക്കും ഇനി സംഭവിക്കുന്നേ? കിരണം കൂടെ പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവമേ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ തൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ മിക്കവാറും ഒരു തീരുമാനം ഉണ്ടാവും. അച്ഛനെ മിക്കവാറും ഇവര് തീർക്കുന്ന തോന്നേ. കിരണും കൂടെ പോകുന്നുണ്ടല്ലോ. ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട് സരുവിന് ഉണ്ടായി. ഈ സമയം കിരണും കല്യാണിയും കൂടെ കാറിലേക്ക് കയറി. സരുവിന്റെ മുഖം വല്ലാതെ കിരണും കല്യാണിയും കൂടെ കാറിലേക്ക് കയറി. അപ്പോഴേക്കും കല്യാണിയുടെ മുഖം വല്ലാതിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ കിരൺ ചോദിച്ചു, ഇതെന്താ നിന്റെ മുഖത്തുനിന്ന് ആ ഭാരം പോയിട്ടില്ലോ? ഇപ്പോഴും നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിന്റെ മനസ്സിൽ ഇപ്പോഴും ഭാരം ഉണ്ടോ എന്ന് ചോദിച്ചു. കല്യാണി പറഞ്ഞു, എന്താണെന്നറിയില്ല കിരണേട്ടാ, എനിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതെ, ആ CA മാർട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ അതായിരിക്കും കിരണേട്ടാ. ഒരു പക്ഷേങ്കിൽ അയാള് അന്വേഷണത്തിനൊടുവിൽ കിരണേന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അയാൾ അന്വേഷിക്കട്ടെ, എന്നെ അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. നീ ധൈര്യമായിട്ടിരിക്കുക, വന്നാ പിന്നെ വന്നതിന്റെ ബാക്കി നോക്കാം. അതിന് ഇതിന് മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കല്യാണിയെ. ഈ സമയത്ത് രാഹുല് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന ആ സൈറ്റിലിരിക്കുക. രാഹുൽ ഇങ്ങനെ ആലോചിക്കോ, ഇന്നലെ എന്താണല്ലോ പൈസ കൊടുക്കാതെ ഓസ് കാര്യം നടന്നു. ഇവിടെ കിടന്നുറങ്ങി രാവിലെ നന്നായിട്ട് കുളിക്കാനും പറ്റി. ഇനിയിപ്പം അവര് വന്നാൽ മാത്രം മതി. അവള് ആ കല്യാണി എന്ന് പറയുന്നവള് അവളെ തീർത്തിട്ട് എത്രയും പെട്ടെന്ന് കഥ കഴിച്ചിട്ട് ഇവിടുന്ന് പോകണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ടേ. അപ്പോഴേക്കും കാറിനകത്തുനിന്ന് കിരണും കല്യാണിയും കൂടെ ഇറങ്ങുന്നുണ്ടു. ഇവനെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഇവനും കൂടെ വേണ്ട പണി പാളൂലോ എന്നൊരു ചിന്തയുണ്ടായി. രാഹുൽ പെട്ടെന്ന് അങ്ങോട്ട് അകത്തേക്ക് കയറി മറിഞ്ഞു നിൽക്കുകയാണ്. ചിലപ്പോൾ അവൻ വന്ന് തന്നെ കണ്ടിട്ടുണ്ട്, തീർന്നു. അതോടുകൂടി തന്റെ പ്ലാനുകളൊന്നും നടക്കത്തില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് കല്യാണിയും കിരണും കൂടെ കാറിൽ നിറങ്ങിയിട്ട് കല്യാണി കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നോക്കണം. ഈ സമയത്ത് കിരൺ ചോദിച്ചു, എങ്ങനെയുണ്ട് കണ്ടില്ലേ സരുവിന്റെ പ്ലാനാ? അതിഗംഭീരമായിട്ടുണ്ടല്ലേ, ചെലവ് കുറഞ്ഞ രീതിയിൽ. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അത് ശരിയാ. കിരൺ പറഞ്ഞു, എനിക്കിപ്പോൾ ആണെങ്കിൽ നല്ല സങ്കടം തോന്നുന്നുണ്ട് അവളുടെ കാര്യത്തില്. ശരിക്കും പറഞ്ഞൊരു കുറ്റബോധമുണ്ട്. അന്ന് മനോഹറിന്റെ അടുത്ത് നമ്മൾ കുഞ്ഞിനെ കാണിക്കാൻ കൊണ്ടുപോയില്ലേ, അതുകൊണ്ടാ ഇപ്പൊ അവള് പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നേ. അവള് വിളിക്കുമ്പോൾ തന്നെ അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നേ. കല്യാണി പറഞ്ഞു, അത് വേണം കിരണേട്ടാ, അവൾക്ക് താങ്ങും തള്ളുമായിട്ട് നമ്മൾ തന്നെ നിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് കിരൺ പറഞ്ഞു, ബാ അകത്തേക്ക് കയറുക, നമുക്ക് അകത്തേക്ക് കയറി അവിടെയൊക്കെ നോക്കാന്ന് പറഞ്ഞു. പിന്നീട് കല്യാണി പറഞ്ഞു, പുറമൊക്കെ നീ ഒന്ന് മോടി പിടിപ്പിക്കണം, ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് വേണ്ട രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, പുറമൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം, ആദ്യം അകത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, കണ്ടില്ലേ അവളുടെ പ്ലാന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലാ. ഇപ്പൊ അവളുടെ എനിക്കൊരു മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്.
കല്യാണി പറഞ്ഞു, ഹരിയേട്ടനും അത് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് ഒരു കാര്യം ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. ഇന്ന രീതി ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടല്ലേ അവൾ ഇത്ര നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി വരുന്ന ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ അവൾക്ക് നല്ല രീതിയിൽ പ്ലാൻ വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ. കിരൺ അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, ആ കാര്യത്തിൽ എനിക്കും ഉറപ്പുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പം അവളുടെ ഒരു വിശ്വാസം കാര്യങ്ങളൊക്കെ എനിക്കുള്ളത്. ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെയൊക്കെ നോക്ക്, ഞാൻ ഇപ്പുറത്തെ ഈ വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണി എന്ത് ചെയ്തു, ഇന്ത്യയുടെ ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അപ്പോഴേക്കും കിരണ് ബാക്കി ഇവിടെയൊക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിരണും അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയം സരി ഇരുന്ന് ആലോചിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛനെ ഒന്നും വിളിക്കാൻ പറ്റില്ല, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുക. അല്ലെങ്കിലും വിളിക്കുന്ന ആപത്താണ്, വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രശ്നമാവും. ഇനിയിപ്പം കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആകെപ്പാടെ സരുവിന് ഇരിക്കാനും മേല നിൽക്കാനും മേലാത്ത അവസ്ഥയായിരുന്നു. അതേ സമയത്ത് രാഹുൽ ഇങ്ങനെ അവിടെ മറിഞ്ഞ് നിൽക്കുകയാണ്. ഇനി കിരണെങ്ങാനും വന്നാലോ? അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് കയറി വരുവാണ്. രാഹുൽ ഇങ്ങനെ ഭിത്തിക്ക് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുക. കിരൺ അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടേക്ക് നോക്കുകയാണ്. രാഹുലിന്റെ തൊട്ടടുത്തെത്തി. രാഹുലിന്റെ നെഞ്ചിടി പേറി. അവൻ തന്നെ വന്ന് കണ്ടാൽ തീർന്നു. പക്ഷെ അപ്പോഴേക്കും കിരൺ എന്ത് ചെയ്തു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങ് തിരികെ പോയി. അപ്പോഴാണ് രാഹുലിനൊരു സമാധാനമായത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ കല്യാണി വന്നിട്ട് അവിടുത്തെ അളവുകളും കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കല്യാണി ഇങ്ങോട്ട് വന്ന് മുന്നോട്ട് പോകുന്ന രാഹുൽ കണ്ടു. ഇത് എന്നെ പറ്റിയ അവസരം. രാഹുൽ എന്ത് ചെയ്തു, കല്യാണിന്റെ പിന്നിലേക്ക് എന്നിട്ട് അവളുടെ വാ പൊത്തിപ്പിടിച്ചു. കല്യാണി കുതറി കിടന്നിട്ട് ഒടുവിൽ തട്ടി അങ്ങോട്ട് മാറ്റുകയാണ്. അങ്ങനെ തട്ടി മാറ്റണ സമയത്ത് കല്യാണി രാഹുലിന്റെ മുഖം കാണുവാണ്. ഒരു നിമിഷം കല്യാണി പതറിപ്പോയി. ആ ഒരു നിമിഷത്തില് രാഹുൽ ഒറ്റ കുത്തായിരുന്നു കല്യാണിക്കിട്ട്. കല്യാണി ഇങ്ങനെ അലറി വിളിച്ചു. വീണ്ടും കുത്തുന്ന സമയത്ത് കിരണേട്ടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് കിരൺ അപ്പുറത്ത് മാറിയുണ്ടായിരുന്നു. കല്യാണിയുടെ ശബ്ദമാണല്ലോ ഈ കേൾക്കണേ. അവളുടെ കടച്ചിലാണല്ലോ. കിരൺ ഓടി അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോഴേക്കുമാണ് രാഹുൽ അവിടെ നിൽക്കുന്നുണ്ട്. എടാന്നും പറഞ്ഞ് രാഹുലിനെ പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും രാഹുൽ കിരണിനെ തട്ടി മാറ്റിയിട്ട് ഓടി. നോക്കി കഴിയുമ്പോഴത്തേനും കല്യാണി താഴെ വീണ് കിടക്കുന്ന കാഴ്ചയെ കണ്ടത്. കിരൺ ഓടി വന്ന് കല്യാണി കോരി എടുക്കുകയാണ്. പിന്നീട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. രാഹുൽ ആ സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. കിരണിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പിന്നീട് നേരെ കല്യാണി ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് കൊണ്ടുപോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരിസാറ് പുറത്തേക്ക് വരാണ്ട് വന്ന സമയത്ത് സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചു, സാറ് സൈറ്റിലേക്കാണെന്ന് ചോദിച്ചു. അല്ല, കല്യാണി മാഡത്തിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപകടമോ? അതെന്ത് പറ്റി? അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേയാണ് രതീഷ് ഓഫീസിലേക്ക് വരുന്നത്. രതീഷ് ചോദിച്ചു, അല്ല ഹരിസാർ ഇത് എങ്ങോട്ടാ? അതെ, കല്യാണി മാഡത്തിന് എന്തോ അപകടം സംഭവിച്ചെന്ന് പറഞ്ഞു. കല്യാണിക്കോ? അതെ, കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയത്തില്ല. കിരൺ സാറും കല്യാണി മാഡം കൂടെ സൈറ്റിലേക്ക് പോയതായിരുന്നു. ഇനിയിപ്പോൾ അവിടെ വെച്ച് ആ ബഗാസുവൻ എങ്ങാനും വല്ലതും ചെയ്തോന്ന് അറിയത്തില്ല. ഇനി ആ നിലയുടെ മുഖത്ത് നിന്ന് എങ്ങനെ താഴേക്ക് തള്ളിയിട്ടോന്നും അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം, അവിടെ ചെന്നേ അറിയാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, സാറ് പോയിക്കോ, ഞാൻ പുറകെ വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ രതീഷ് കമ്പനിയിലേക്ക് കയറി വന്നു. ആ സമയം സരിയോ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രതീഷ് വന്നപ്പോൾ ചോദിച്ചു, ഹെടി നീ ഇതെന്താ ആലോചിച്ചോണ്ടിരിക്കുവാന്ന് ചോദിച്ചു. എന്താ? അല്ല, നിന്റെ ആലോചന ഇരിപ്പോ കണ്ടിട്ട് കല്യാണിയെ കൊല്ലാൻ പ്ലാൻ ചെയ്ത പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്ത് പ്ലാന്? കല്യാണിയെ കൊല്ലാനോ? ഞാനോ എന്നും ചോദിച്ചോണ്ട് സരു അങ്ങോട്ട് എഴുന്നേറ്റു. ഞാനേ ഒരു വർക്കിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഒരു പുതിയ പ്ലാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നീ എന്ത് പ്ലാന് ഏത് പ്ലാൻ ആലോചിക്കണമെന്ന് അറിയത്തില്ല. കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ. അല്ല, കല്യാണിക്ക് എന്താ സംഭവിക്കുന്നേ? എന്തൊക്കെ രതീഷ് പറയണെന്ന് ചോദിച്ചു. കല്യാണിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഹരിസാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അച്ഛൻ ആ ബഗാസുരൻ തന്നെയായിരിക്കും ആപത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് നിനക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എനിക്ക് പങ്കോ? എന്താ രതീഷെ പറയണേ? എൻ്റെ അച്ഛനും ഞാനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. അല്ലെങ്കിൽ തന്നെ അങ്ങേര് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ആട്ടി ഇറക്കിയതാ. പിന്നെ ഞാൻ അങ്ങേരെ കാണാൻ പോലും പോയിട്ടില്ല, കണ്ടിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു, എനിക്കത് അത്ര പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ആരൊക്കെ മാറിയെന്ന് പറഞ്ഞാലും നീ മാറുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. രതീഷെ, വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എനിക്കെന്താണെങ്കിലും കല്യാണി കിരൺ സാറും ഇപ്പൊ കണ്ട ദൈവങ്ങളെ പോലെയാണ്. എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവരല്ലേ. അപ്പൊ പിന്നെ ഞാൻ കല്യാണി ഇല്ലാതാക്കാൻ ശ്രമിക്കുവോ? ഈ പറയുന്ന നിന്റെ അച്ഛൻ്റെ രാഹുല അങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ അങ്ങേ ജീവനോടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അല്ല, എന്താ സംഭവിച്ചെന്നറിയാം? എന്താ ഇങ്ങനെയൊക്കെ ഒന്ന് പറയണേ എന്നൊക്കെ ഇങ്ങനെ രതീഷിനോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, കൃത്യമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. ഹരിസാറ എന്നോട് പറഞ്ഞു, എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോവുക, കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം എന്നും പറഞ്ഞ് രതീഷ് അങ്ങോട്ട് പോയി.
ആ സമയത്ത് സരയുവിന് സന്തോഷമായി. ഓ, അവള് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. പിന്നീട് കിരണിനെ വിളിക്കുകയാണ്. കിരൺ ഫോൺ എടുത്തില്ല. ഫോൺ എടുത്തിട്ടില്ല. അപ്പൊ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം. അവള് തീർന്നു കിട്ടണം. ഇനി ഒരു കാരണവശാലും അവള് ജീവിച്ചിരിക്കാൻ പാടില്ല. തൻ്റെ ജീവിതത്തിലേക്ക് കിരൺ വരണം. ആ ഒരു ചിന്തയായിരുന്നു സരുവിൻ്റെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.